ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ശ്രീനാഥ് പ്രതാപിൻ്റെയും ചോദ്യം ചെയ്യലിൽ 12 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് എന്നാണ് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. ഞാനും മനസ്സിലാക്കിയ അങ്ങനെ തന്നെയാണ്. 9:45 EDയുടെ ഓഫീസിലേക്ക് കയറി ചെന്ന അവർ ഇപ്പോൾ 10:15 അപ്പോൾ 12 മണിക്കൂറും കഴിഞ്ഞ് 13ാമത്തെ മണിക്കൂറിലേക്ക് കടന്നിരിക്കുകയാണ് ചോദ്യം ചെയ്യൽ. അപ്പോൾ എന്തായാലും ഇന്ന് ഇവരുടെ ജാമ്യാപേക്ഷയൊക്കെ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അറസ്റ്റ് ചെയ്യുന്നില്ല, ഉറപ്പിന്മേലാണ്. ഇനി അങ്ങനെ ഒരു കോടതിയിലെ കോടതി വ്യവഹാരത്തിന് സാധ്യതയില്ല എന്ന് കണ്ട് തോക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജഡ്ജ് നമ്മുടെ വക്കീൽ തന്നെ പറഞ്ഞു കൊടുത്താണ് ഏതായാലും തോക്കും, അതിനെക്കാട്ടി നല്ലത് നമുക്ക് പിൻവലിക്കുന്നതല്ലേ. അപ്പോൾ അങ്ങനെ ആ കേസ് പിൻവലിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ ന്യായീകരിക്കുന്നത്, ചാക്കോ സാറൊക്കെ ന്യായീകരിക്കുന്നത്, നമ്മളെ എന്തായാലും അറസ്റ്റ് ചെയ്യില്ല, അതുകൊണ്ട് പിന്നെ നമ്മൾ അറസ്റ്റ് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കേസ് കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മളെ അറസ്റ്റ് ചെയ്യില്ല. അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മളെ രാത്രി തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇനി അതിൽ പ്രസക്തിയില്ല എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഇതൊക്കെ പുതിയ ന്യായീകരണങ്ങൾ മാത്രമാണെന്ന് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാവും. എന്തായാലും ഇവരെ അറസ്റ്റ് ചെയ്യും. അത് ഇന്നുണ്ടാവുമോ നാളെ ഉണ്ടാവുമോ അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞിട്ടാണോ എന്ന് മാത്രമേ അറിയാൻ ബാക്കിയുള്ളൂ. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഇവരിൽ നിന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ചോദ്യം ചെയ്യലുകൾക്ക് ഒടുവിലായിരിക്കാം ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഇവരെ പഠിച്ച കള്ളന്മാരും കള്ളികളുമായതുകൊണ്ട് ചിലപ്പോൾ ഇവരെ മുങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവരെ ചോദ്യം ചെയ്യലുകളൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ ഇവരെ അങ്ങ് അകത്തിടും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ വേറെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവരുടെ OTT കൊടുത്ത ആക്ഷൻ OTTയുടെ ഉടമയായ വിജീഷ് പിള്ളയെ ഇന്ന് ഇതിനു മുന്നേ തന്നെ ഹാജരാകാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷേങ്കിൽ അദ്ദേഹത്തോട് ഇന്ന് ഹാജരാകാൻ പറഞ്ഞതിന് അദ്ദേഹം ഹാജരായില്ല. അപ്പോൾ ഫോണിൽ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ സംസ്ഥാനത്തിന് പുറത്താണുള്ളത്. നമ്മുടെ ആക്ഷൻ ഹീറോ ബിജുലെ പോലെയാണ് സംഭവങ്ങൾ നടന്നത്. അതിൽ എനിക്ക് തോന്നുന്നു, അതിൽ പറഞ്ഞതൊക്കെ അയാൾ പറഞ്ഞത് ഞാൻ ബാംഗ്ലൂരാണ് ഉള്ളത് എന്നൊക്കെയാണ്. അപ്പോൾ ടവർ ലൊക്കേഷൻ പരിശോധിച്ചതിൽ നിന്നും അദ്ദേഹം എറണാകുളം ജില്ലയിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ നിങ്ങളെ വേഗം ഇവിടെ എത്താൻ വേണ്ടി പറഞ്ഞു. അങ്ങനെയാണ് വൈകിട്ടോടുകൂടി അദ്ദേഹവും ഇവരിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവരെ 3 പേരെയും നിർത്തിയുള്ള ചോദ്യം ചെയ്യലുകളാണ് പുരോഗമിക്കുന്നത്. ഇന്ന് പിന്നെ ഒന്ന് കേട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരോട് ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള വാട്സപ്പ് സന്ദേശങ്ങളൊക്കെ ഇങ്ങനെ പറക്കുന്നുണ്ട്. ചിലപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്യും, ചിലപ്പോൾ ഇവരെ തുറന്നു വിടും. അത്രമാത്രമേ ഈ വൈകിയ വേളയിൽ പറയാനുള്ളൂ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇവർ പറയുന്ന പോലെ തന്നെ വെയിറ്റ് ആൻഡ് സീ. ബൈ.